പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെസ്റ്റായ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജുകളുടെ സൈസ് അനുസരിച്ച് തരംതിരിക്കുമ്പോൾ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ലിറ്ററിന് താഴെയുള്ള റെഫ്രിജറേറ്ററുകളാണ്. അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഫ്രിജറേറ്ററുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ഈ ഒരു 300 ലിറ്റർ കപ്പാസിറ്റിയിൽ താഴെയുള്ള റെഫ്രിജറേറ്ററാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് 300 ലിറ്ററിൽ താഴെയുള്ള അതായത് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ട് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രിഡ്ജ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് 300 ലിറ്ററിനും 400 ലിറ്ററിനും ഇടയ്ക്ക് വരുന്ന ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളാണ്. നോർമലി അത്യാവശ്യം വലിയ ഒരു ഫാമിലിക്കും അതുപോലെ ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ആയിട്ട് കുറച്ചും കൂടി വലിയൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നോക്കുന്നവർക്കും ചെറിയ രീതിയിൽ കേക്കിന്റെ വർക്കും ഒക്കെ ചെയ്യുന്നവർക്കും മറ്റ് ചെറിയ കാറ്ററിംഗ് വർക്കൊക്കെ ഉള്ളവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രിഡ്ജാണ് 300 ലിറ്ററിനും 400 ലിറ്ററിനും ഇടയ്ക്ക് വരുന്ന റെഫ്രിജറേറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 400 ലിറ്ററിന് മുകളിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളാണ്. അതല്ല 400 ലിറ്ററിന് മുകളിലുള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളിനകത്ത് ഇപ്പോൾ കൺവെർട്ടബിൾ ടൈപ്പും നോൺ കൺവെർട്ടബിൾ ടൈപ്പും അവൈലബിൾ ആണ്. കൺവെർട്ടബിൾ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രീസറിനെ ഫ്രിഡ്ജാക്കി മാറ്റി കൺവെർട്ട് ചെയ്യാൻ സാധിക്കുകയും അതേപോലെ തന്നെ ഫ്രീസർ പോയിന്റിനെ ഓഫ് ആക്കിയിട്ട് താഴെ മാത്രം ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഫ്രിഡ്ജുകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ സൈസിലോട്ട് വരുമ്പോൾ കൺവെർട്ടബിൾ ഫ്രിഡ്ജുകൾ തന്നെയാണ് കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു വലിയ സൈസിൽ വരുന്ന ഫ്രിഡ്ജുകൾ ഇപ്പോൾ 3 സ്റ്റാറോ 2 സ്റ്റാറോ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഓണക്കാലത്തും അതേപോലെ തന്നെ ഈ ഒരു വർഷം തീരുന്നത് വരെ ഏകദേശം ആ ഒരു സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കത്തുള്ളൂ. ഒരുപക്ഷെ അടുത്ത വർഷം മുതൽ അവയുടെ 4 സ്റ്റാറും 5 സ്റ്റാറും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കാം. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇവയുടെ 2 സ്റ്റാറോ 3 സ്റ്റാറോ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജുകളെ അവൈലബിൾ ആകത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ വലിയ ഫ്രിഡ്ജുകൾക്കൊക്കെ പൊതുവെ വില കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് മാത്രം നോക്കി ഫ്രിഡ്ജ് വാങ്ങിക്കരുത്, മറിച്ച് നമുക്ക് അവയുടെ ക്വാളിറ്റി, അവയുടെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയും കൂടി നോക്കി അവയുടെ സർവീസ് അവൈലബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ സർവീസ് കിട്ടുന്ന ഫ്രിഡ്ജുകളാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. കാരണം മിക്ക ഫ്രിഡ്ജുകൾക്കും 1 ഇയർ ആണ് ഫുൾ വാറണ്ടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 10 വർഷത്തേക്ക് അതിൻ്റെ കംപ്രസറിന് മാത്രമാണ് വാറണ്ടി നൽകുന്നത്. ഗോദ്രേജ് മാത്രമാണ് 5 ഇയർ ഫ്രിഡ്ജുകൾക്ക് ഫുൾ വാറണ്ടി നൽകുന്നുള്ളത്. അതേപോലെ തന്നെ IFB 4 വർഷം ഫ്രിഡ്ജുകൾക്ക് ഫുൾ വാറണ്ടി നൽകുന്നുണ്ട്. ഫ്രിഡ്ജുകളുടെ കാര്യത്തിൽ IFB അത്ര സക്സസ് അല്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ഫ്രിഡ്ജുകളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED TVകളെ പോലെയാണ്. ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നാലോ അതല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ വന്നാലോ ഒക്കെ പെട്ടെന്ന് പോകത്തക്ക രീതിയിലുള്ള ഫ്രിഡ്ജുകളാണ്. നമ്മൾ 30,000 50,000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഏത് ഫ്രിഡ്ജാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇതെല്ലാം ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകളാണ്. അതുകൊണ്ട് തന്നെ PCB ബോർഡുകൾ ഈ ഫ്രിഡ്ജിനകത്തെല്ലാം വരുന്നുണ്ട്. അതായത് 6,000 8,000 10,000 അതിന് മുകളിലും വില വരുന്ന PCB ബോർഡുകളാണ് ഈ ഒരു ഫ്രിഡ്ജിനകത്തൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല സർവീസ് അവൈലബിലിറ്റി ഉള്ള അത്യാവശ്യം ലോങ് വാറണ്ടി ഉള്ള ഫ്രിഡ്ജുകൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഹോം അപ്ലയൻസുകളെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് ഞങ്ങളുടേത്. നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. ഞാനൊരു ഹോം അപ്ലയൻസിൻ്റെ ടെക്നീഷ്യനാണ്. റെഫ്രിജറേറ്ററുകളും എയർ കണ്ടീഷണറുകളും വാഷിംഗ് മെഷീനും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ പ്രോഡക്റ്റുകളൊക്കെ ഓൺലൈൻ വഴിയായിട്ടാണ് വാങ്ങിക്കുന്നത്, തീർച്ചയായിട്ടും ഞങ്ങളുടെ അഫിലിയേറ്റഡ് ലിങ്കിൽ നിന്നും വാങ്ങിക്കുക. അപ്പോൾ ഫ്ലിപ്കാർട്ടിലേക്കുള്ള അഫിലിയേറ്റഡ് ലിങ്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാം. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനലിന് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഏറ്റവും ബെസ്റ്റായ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് LG ആണ്. LGയുടെ സ്മാർട്ട് ചോയ്സ് എന്ന് പറയുന്ന 343 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഫ്രോസ്റ്റ് ഫ്രീ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണ് ഇത്. 262 ലിറ്റർ ആണ് ഇതിൻ്റെ ഫ്രിഡ്ജ് ഏരിയ എന്ന് പറയുന്നത്.
81 ലിറ്ററാണ് ഇതിൻ്റെ ഫ്രീസർ ഏരിയ എന്ന് പറയുന്നത്. 3 സ്റ്റാർ റേറ്റിംഗോടുകൂടിയാണ് ഇത് വരുന്നത്. ഈ ഒരു ഫ്രിഡ്ജ് എന്ന് പറയുന്നത് കൺവെർട്ടബിൾ ടൈപ്പ് ഫ്രിഡ്ജാണ്. നമുക്ക് സുഭിക്ഷമായ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കത്തക്ക രീതിയിലുള്ള സ്പേസോട് കൂടി വരുന്ന ഒരു റെഫ്രിജറേറ്ററാണ്, അല്ലെങ്കിൽ സ്പേസ് ഉള്ള ഒരു ഫ്രിഡ്ജാണ് ഈ ഒരു LGയുടെ 343 ലിറ്റർ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ടഫ്ലോണ്ട് ഗ്ലാസ് ഷെൽഫുകളാണ് വരുന്നത്. റിമൂവബിൾ ആയിട്ടുള്ള ഗ്യാസ്കറ്റുകളാണ് വന്നിരിക്കുന്നത്. ക്ലീൻ ആയിട്ടുള്ള ബാക്ക് സൈഡാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇൻവെർട്ടർ കംപ്രസറാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹോം ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഫ്രിഡ്ജ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്രിഡ്ജിനകത്ത് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല എന്നാണ് കമ്പനി പറയുന്നത്. 130 മുതൽ 290 വരെയുള്ള വോൾട്ടേജിൽ ഈ ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമെന്നാണ് LG അവകാശപ്പെടുന്നത്. LGയുടെ പേറ്റന്റഡ് ആയിട്ടുള്ള ഡോർ കൂളിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഡോർ കൂളിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ഡോറുകൾ തന്നെ കൂളിംഗ് വെന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ബ്രാൻഡുകൾക്കും ഈ ഡോറുകളിൽ കൂളിംഗ് വെന്റുകൾ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡോറിൽ വെക്കുന്ന സാധനങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂളിംഗ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിന് 1 ഇയർ ആണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്. 10 വർഷമാണ് ഇവയുടെ ഇൻവെർട്ടർ കംപ്രസറിന് വാറൻറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 38,500 രൂപയാണ്. അപ്പോൾ വിലയ്ക്കകത്തൊക്കെ എപ്പോഴും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കൂട്ടത്തിൽ ഞാൻ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് സാംസങ് ആണ്. സാംസങ്ങിൻ്റെ ബിസ്പോക്ക് AI എന്ന് പറയുന്ന ഡബിൾ ഡോർ റെഫ്രിജറേറ്ററാണ്. ഇത് 330 ലിറ്ററാണ് വരുന്നത്. ഇതും കൺവെർട്ടബിൾ ടൈപ്പ് റെഫ്രിജറേറ്ററുകളാണ്. 255 ലിറ്ററാണ് ഇതിൻ്റെ ഫ്രിഡ്ജ് സ്പേസ് എന്ന് പറയുന്നത്. 75 ലിറ്ററാണ് ഇതിൻ്റെ ഫ്രീസർ സ്പേസ് എന്ന് പറയുന്നത്. ഇത് 2 സ്റ്റാർ റേറ്റിംഗോട് കൂടിയാണ് വരുന്നത്. അതേപോലെ തന്നെ AI എനർജി സേവിങ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഈ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സാധനങ്ങളുടെ അളവ് സെൻസ് ചെയ്തിട്ട് ഏറ്റവും എനർജി സേവിങ് ആയിട്ടുള്ള മോഡിലേക്ക് മാറാനുള്ള ഒരു കഴിവ് ഈ ഒരു ഫ്രിഡ്ജിനുണ്ടെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. വൈഫൈ എനേബിൾ ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജാണിത്. 1 ഇയർ ആണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ വാറൻറ്റി എന്ന് പറയുന്നത്. 20 വർഷമാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കംപ്രസർ വാറൻറ്റി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 39,000 രൂപ 40,000 രൂപയാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ വില എന്ന് പറയുന്നത്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഫ്രിഡ്ജാണ് സാംസങ്ങിൻ്റെ ഈ ഒരു ബിസ്പോക്ക് AI എന്ന് പറയുന്ന ഈ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ കാലം നിലനിൽക്കുന്ന ഫ്രിഡ്ജുകളാണ് ഇവ. ഈ ഒരു കൂട്ടത്തിൽ ഞാൻ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഗോദ്രേജ് ആണ്. ഗോദ്രേജിൻ്റെ 308 ലിറ്റർ കൺവെർട്ടബിൾ ഫ്രിഡ്ജാണിത്. ഗോദ്രേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 5 ഇയർ ഫുൾ വാറൻറ്റി ഗോദ്രേജ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ച് കാലം മുമ്പ് വരെ ഗോദ്രേജിൻ്റെ റെഫ്രിജറേറ്റർക്ക് കുറച്ച് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയൊക്കെ പരിഹരിച്ചാണ് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ അവർ റെഫ്രിജറേറ്ററുകൾ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിൽ അവർ 5 വർഷം റെഫ്രിജറേറ്ററിന് ഫുള്ളായിട്ട് വാറൻറ്റി നൽകുന്നുണ്ട്. ഇത് 2 സ്റ്റാർ റേറ്റോട് കൂടി വരുന്ന റെഫ്രിജറേറ്ററാണ്. ഇത് കൺവെർട്ടബിൾ റെഫ്രിജറേറ്ററാണ്. ഈ ഒരു ഫ്രിഡ്ജിനകത്തും 235 ലിറ്റർ ഫ്രിഡ്ജ് സ്പേസും 73 ലിറ്റർ ഫ്രീസർ സ്പേസുമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രിഡ്ജും സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷനാണ്. ഹോം ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഫ്രിഡ്ജും വന്നിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ 5 ഇയർ ആണ് ഫുൾ വാറൻറ്റി. 10 ഇയർ കംപ്രസർ വാറൻറ്റിയും ഉണ്ട്. അതേപോലെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു 300 ലിറ്ററിന് മുകളിലുള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജുമാണ് ഇത്. ഈ ഒരു ഫ്രിഡ്ജിന് ഏകദേശം 31,000 രൂപ 32,000 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. ഗോദ്രേജിൻ്റെ തന്നെ 360 ലിറ്ററോളം വരുന്ന മറ്റു ഫ്രിഡ്ജുകളും അവൈലബിൾ ആണ്. അവയ്ക്ക് ഈ ഒരു 5 ഇയർ വാറൻറ്റി വരുന്നുണ്ട്. ഗോദ്രേജിൻ്റെ 400 ലിറ്ററിന് താഴെയുള്ള 2 മോഡലുകളെയും കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ അടുത്തതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേർപൂളാണ്. വേർപൂളിൻ്റെ 308 ലിറ്റർ ഡബിൾ ഡോർ ഫ്രോസ്റ്റ് ഫ്രീ കൺവെർട്ടബിൾ ഫ്രിഡ്ജാണിത്. ഈ ഒരു ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റാർ റേറ്റിംഗോട് കൂടിയാണ് വരുന്നത്. 235 ലിറ്റർ ആണ് ഈ ഒരു റെഫ്രിജറേറ്ററിന്റെ ഫ്രിഡ്ജ് സ്പേസ് എന്ന് പറയുന്നത്. അതേപോലെ 73 ലിറ്റർ ആണ് ഫ്രീസർ സ്പേസ് എന്ന് പറയുന്നത്. വളരെ ക്വാളിറ്റി ഉള്ള ഇന്റേണൽ പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ടഫ്ലോണ്ട് ഗ്ലാസുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രിഡ്ജും സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷനാണ്. ഹോം ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് വരുന്നത്. 1 ഇയർ ആണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്. 10 ഇയർ ആണ് ഇതിൻ്റെ കംപ്രസർ വാറൻറ്റി എന്ന് പറയുന്നത്. ഏകദേശം 36,000 രൂപയാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടത്തിൽ ഞാൻ അടുത്തതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹെയർ ആണ്. ഇത് 355 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. 270 ലിറ്റർ ഫ്രിഡ്ജും 85 ലിറ്റർ ഫ്രീസറുമാണ് ഈ ഒരു ഫ്രിഡ്ജിനകത്ത് വരുന്നത്.
ഈ ഒരു ഫ്രിഡ്ജും 3 സ്റ്റാർ റേറ്റിംഗോട് കൂടിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇൻവെർട്ടറിനകത്ത് കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് വരുന്നത്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷനാണ്. 1 ഇയർ ആണ് ഫുൾ വാറണ്ടി എന്ന് പറയുന്നത്. 10 ഇയർ ആണ് ഇതിൻ്റെ കംപ്രസർ വാറണ്ടി എന്ന് പറയുന്നത്. നോൺ കൺവെർട്ടബിളിന് ഏകദേശം 35,500 അതേപോലെ തന്നെ കൺവെർട്ടബിളിന് ഏകദേശം 39,000 രൂപയുമാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ വില വരുന്നത്. ഈ പറഞ്ഞ ഫ്രിഡ്ജുകളെല്ലാം അത്യാവശ്യം നല്ല ഗുണനിലവാരമുള്ള നല്ല ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഫ്രിഡ്ജുകളാണ്. ഈ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ എൽ ജിയും സാംസങ്ങും നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നാമതായിട്ട് കൊടുക്കാവുന്ന റെഫ്രിജറേറ്ററുകളാണ്. അപ്പോൾ ഗോദ്രേജിൻ്റെ ഫ്രിഡ്ജുകൾക്കാണെങ്കിൽ 5 ഇയർ ഫുൾ വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ 5 വർഷം നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ഫ്രിഡ്ജുകളും നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളല്ല, ഏതൊരു ഫ്രിഡ്ജുകളാണെങ്കിലും നമ്മൾ ദിവസവും ഡെയിലി 2, 3, 4 മണിക്കൂർ ഓഫാക്കി ഇടുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ വീട്ടിൽ എല്ലാ സമയവും കരണ്ടുമായിട്ട് വൈദ്യുതിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹോം അപ്ലയൻസ് ആണ് ഫ്രിഡ്ജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2, 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ ഒന്ന് ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് റിലാക്സ് ആവുകയും അതിനകത്തുള്ള ഇലക്ട്രോണിക് പാർട്സുകളും കംപ്രസറും എല്ലാം ഒന്ന് ആറി തണുത്ത് ഒന്ന് കൂളായിട്ട് കിടക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഓണാക്കുമ്പോൾ അത് വീണ്ടും പൂർണ്ണ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് ചാർജ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സോളാർ വെച്ച് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണെങ്കിലും 2, 3 മണിക്കൂർ സന്ധ്യ സമയത്ത് ഓഫാക്കി ഇടുന്നത് ഫ്രിഡ്ജിന് ഏറ്റവും നല്ലതാണ്. കറണ്ട് ചാർജ് ലാഭിക്കുന്നതിനേക്കാൾ ഫ്രിഡ്ജിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജ് ഓഫാക്കി ഇടുന്നത് എന്നുള്ളതാണ്. അക്കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈർപ്പമുള്ള ഭാഗങ്ങളിൽ ഫ്രിഡ്ജുകൾ വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു ഫ്രിഡ്ജുകളൊന്നും വെക്കാതിരിക്കുക. കാര്യം പണ്ടുള്ള ഫ്രിഡ്ജുകളുടെ അത്രയും ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ബോഡി ക്വാളിറ്റി ഒന്നും ഇപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു ഫ്രിഡ്ജുകൾക്കും ഇല്ല. വളരെ കനം കുറഞ്ഞ തകരം കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ വളരെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞ് ഇന്ന് സർവീസ് ഇല്ലാത്ത ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾ നമ്മൾ വാങ്ങിക്കാതിരിക്കുക. അതേപോലെ തന്നെ വാറണ്ടി ഇല്ലാത്ത ഫ്രിഡ്ജുകൾ പലയിടത്തും സെക്കൻഡ് എന്ന് പറഞ്ഞ് 3,000, 4,000, 5,000 രൂപ കുറച്ചൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സാധനവും ഫ്രിഡ്ജുകളുടെ കാര്യത്തിൽ വാങ്ങിക്കാതിരിക്കുക. കാരണം ഏത് രീതിയിൽ ഉള്ള ഫ്രിഡ്ജുകളാണ് എന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. കമ്പനി ബാക്കായ ഫ്രിഡ്ജുകളായിരിക്കും. PCB ബോർഡുകളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ച് തന്നതാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 6,000, 7,000 രൂപ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും റെഫ്രിജറേറ്റർ വാങ്ങിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.